നമ്മുടെ ഒട്ടേറെ കലാകാരന്മാർ നമ്മുടെ വെള്ളിത്തിരിയിലേക്ക് കടന്നു വരുന്നത് ശ്രീ അനിയനുണ്ണി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അനിയനുണ്ണി അവിടെയുണ്ട്. ഞാൻ ആരെയും വിട്ടുപോയിട്ട് നമ്മുടെ ഇതിൽ പങ്കെടുത്ത മുന്നിലും ആരെങ്കിലും എല്ലാം പങ്കെടുത്ത മുഴുവൻ പേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവരൊന്നും പരിചയപ്പെടുത്തുക വേറൊന്നുമല്ല, ഇത് അറിയാൻ വേണ്ടി മാത്രം. കാരണം ഒരു ഷോർട്ട് ഫിലിമിന്റെ പിന്നിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ അതിന് മുന്നിൽ പങ്കെടുത്തവർ, അതിന്റെ ഒരു വേദന, അതിന്റെ ഒരു സമയം, അതിന്റെ ഒരു എല്ലാം ആ വഴികളിൽ ഒരു ഷോർട്ട് ഫിലിം തുടങ്ങി അവസാനം വരെ ഒട്ടേറെ പ്രക്രിയകളോടാണ് കടന്നു പോകുന്നത്. ശ്രീ അനിയനുണ്ണി അദ്ദേഹമാണ് ഇതിന്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം പുതിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു. അദ്ദേഹം ഒട്ടേറെ ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്ത് ഒരു ബഹുമുഖ പ്രതിഭ. വെങ്ങോലയാണ് അദ്ദേഹത്തിന്റെ വീട്. ശ്രീ അനിയനുണ്ണി, നല്ലൊരു കൈയടി ശ്രീ അനിയനുണ്ണിക്ക് കൊടുക്കാം. അപ്പോൾ പ്രണവ് ഏറ്റവും നന്നായി നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയുടെ കൃഷ്ണകുടിച്ചാന്റെ മകനാണ് പ്രണവ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. ഇതാണ് നമുക്ക് പ്രിയപ്പെട്ടവർ കൊടുക്കാൻ കഴിയുന്ന ഏക നമ്മുടെ പ്രിയപ്പെട്ട കൈയടിയാണ്, നിങ്ങളുടെ സ്നേഹമാണ്. പിന്നെ ഗംഗാർജനെ കുറിച്ച് ഞാൻ ആദ്യം പറയും കഴിഞ്ഞു. കാരണം ഒട്ടേറെ നാടകങ്ങൾ, കലാസഭ തുടക്കം മുതൽ നാടകങ്ങൾ അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഒരു പ്രഗത്ഭനായ, ഇനിയും അദ്ദേഹം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതെല്ലാം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നുകൂടി ഞാൻ ഇതിനെ ഓർമ്മിക്കുകയാണ്. ശ്രീ രമേശൻ കുഴിമണി നല്ലൊരു കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്. ഒട്ടേറെ കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശ്രീ രമേശൻ കുഴിമണിയിൽ. പിന്നെ സിയോണയെ കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നുണ്ട്. കാരണം ഇത്രയുള്ള ഈ പൊക്കത്തുള്ള സമയത്താണ് സിയോണ കോഴിക്കോട് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ നാടിന്റെ ഇപ്പോൾ ഇത്ര പൊക്കമായി നമ്മുടെ കുമ്മനോടിന്റെ പ്രിയപ്പെട്ട മകളായി ഒട്ടേറെ യുവജനോത്സവ വേദികളിൽ, റീലുകളിൽ, സിനിമയിലടക്കം പ്രിയനന്ദന്റെ സിനിമയിലടക്കം എത്തിയിരുന്ന കുമ്മനോടിന്റെ പേര് ഉയർത്തിയ പ്രിയപ്പെട്ട സിയോണ ഷാജി, നമ്മുടെ പ്രിയപ്പെട്ട അതുല്യ ആദ്യമായാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. ആദ്യമായി അഭിനയിക്കുന്നു എന്ന യാതൊരു സങ്കോചവുമില്ലാതെ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച പ്രിയപ്പെട്ട മിടുക്കി സായന്ദ്ര. മക്കളെയൊക്കെ നമുക്കറിയാം, പക്ഷെ പേര് ഓർക്കുന്നില്ല. സായന്ദ്രയും അതെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ വരുന്നു എന്നുള്ളൊരു സങ്കോചവുമില്ലാതെയാണ് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. ഒപ്പം ശിവദാസ് കിഴക്കമ്പലം കേരളത്തിലെ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒപ്പം മിമിക്രി വേദിയിൽ വന്ന് അഭിനയിച്ച മിമിക്രി രംഗത്തെ അതുല്യ പ്രതിഭയാണ്. എന്റെ അറിവിൽ ആദ്യമായിട്ട് നരസിംഹത്തിലെ തിലകനെയും മോഹൻലാലിനെയും